അങ്ങനെ നമ്മുടെ സമയമായിരിക്കുന്നു, സമയം തുടങ്ങുകയാണ് അല്ലെ? ഇതാണ് ആ ദിവസം. നമ്മളിങ്ങനെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടി കേരളം കാത്തിരുന്ന 10-26 ദിവസത്തിന് ശേഷം 25 ദിവസം അല്ലെ? 25 ദിവസമാണ് തിരിച്ചു വരവോ എന്നതാണ് ചോദ്യം. 23 ദിവസം മാത്രം പ്രചാരണത്തിന് കിട്ടിയ ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ചുരുങ്ങിയ ദിവസങ്ങളിൽ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു? തീർച്ചയായും കേരളം ചർച്ച ചെയ്ത വിവാദങ്ങൾ അനവധിയാണ്. എന്തിന് തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമുണ്ടായ ഹൈപ്പ് എത്രയാണ് അല്ലെ? അതെ, വോട്ടിന്റെ എണ്ണം വരുന്നു, സീറ്റിന്റെ എണ്ണം വരുന്നു, വിവാദങ്ങൾ വീണ്ടും വാതുവെപ്പുകൾ വരുന്നു. അതെ, എത്ര സീറ്റിൽ ജയിക്കും എന്നത് സംബന്ധിച്ച് മുന്നണികൾ എല്ലാവരും കേരളത്തോട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഏറ്റവും അടുത്ത മണിക്കൂറുകൾ പോലും കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്നലെ പോലും ആത്മവിശ്വാസ പ്രകടനം അതിന്റെ പരമോടിയിലായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലെയും കാച്ചിക്കുറുക്കി വോട്ടുകൾ എണ്ണി ആര് ജയിക്കും എന്നൊക്കെ തീരുമാനിച്ച് ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എക്സാക്ട് പോൾ വരാൻ പോവുകയാണ്. കേരളത്തിന്റെ പൾസ്, രാഷ്ട്രീയ കേരളത്തിന്റെ പൾസ് ആണ് ഇന്ന് കൗണ്ടിംഗ് സ്റ്റേഷനുകളിലൂടെ പുറത്തു വരാൻ പോകും. കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. ഒരു 8:30 ആവുമ്പോഴേക്കും അല്ലെ ഏകദേശം ഇങ്ങനെ അറിഞ്ഞു തുടങ്ങും. വോട്ടുകളൊക്കെ എണ്ണി തുടങ്ങി. ആർക്കാണ് അതിൽ മുൻതൂക്കം എന്നതിനെ പോസ്റ്റൽ വോട്ടുകൾ രാവിലെ വരെ എടുക്കുന്നുണ്ട്, 8 മണി വരെ എടുക്കുന്നുണ്ട് പോസ്റ്റൽ വോട്ടുകൾ. 20,058 വോട്ട് മാത്രമാണ് ചെയ്തത്. 50,000-ലധികം സർവീസ് വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വോട്ടുകൾ ചെയ്യാൻ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും അവസാനത്തെ പോളിംഗ് ശതമാനം ഇപ്പോഴും കൃത്യമായിട്ട് അറിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 79.70%. അത് വരാൻ സാധ്യതയുണ്ട്. 890 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തരുന്നതിൽ. മുന്നണി സ്ഥാനാർത്ഥികളുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, ഏറ്റവും നിർണായകമായ പല മണ്ഡലങ്ങളുണ്ട്, എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട്, പുസ്തക മണ്ഡലങ്ങളുണ്ട്. സംസ്ഥാനത്തെ ആര് നിയന്ത്രിക്കാൻ പോകുന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. ആരാണ് മുഖ്യമന്ത്രി എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയേറ്റുന്നുമുണ്ട്. ഓരോ നേതാക്കളും എവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ? മുഖ്യമന്ത്രി ധർമ്മടത്താണുള്ളത്, പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്താണുള്ളത്. കന്റോൺമെന്റ് ഹൗസിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം വോട്ടെണ്ണൽ വീക്ഷിക്കുക. KPCC ആസ്ഥാനത്ത് പന്തലിട്ടിരിക്കുന്നു. പന്തലിട്ടതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ KPCC പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞു അവിടെ തണലൊരുക്കുക, നല്ല ചൂടല്ലേ, അപ്പോൾ കൂടുതൽ നേതാക്കൾ വരും, പ്രവർത്തകർ വരും, അപ്പോൾ അവർക്ക് ഇരുന്ന് വോട്ടെണ്ണൽ വീക്ഷിക്കാനുള്ള സൗകര്യം. പക്ഷേ വോട്ടെണ്ണൽ വീക്ഷിച്ച അടുത്ത ഘട്ടത്തിലേക്ക് ആഹ്ലാദ പ്രവർത്തനങ്ങളുടെ ഒരു സൗകര്യമായിട്ട് അത് തന്നെ ആയേക്കാം എന്നുള്ള കാര്യം. നമുക്ക് TV പ്രസാദിലേക്ക് ഇത് പോയാലോ? പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രുതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? ഉറപ്പായിട്ടും തുടങ്ങുകയാണ് ശ്രുതി. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഏതാണ്ട് 4 മണി മുതൽ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 5 മണി മുതലാണ് ഇപ്പോൾ 6 മണി മുതലാണ് അകത്തേക്ക് കയറ്റി തുടങ്ങിയത്. അല്പസമയം മുമ്പ് മുതൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കൌണ്ടിംഗ് ഏജന്റുമാരെല്ലാം അകത്തേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് അകത്തേക്ക് കയറി. ഞാനിപ്പോൾ നിൽക്കുന്നത് നേമം മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പുറത്താണ്. ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ 14 നിയമസഭാ മണ്ഡലങ്ങളും എണ്ണുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. നാലാഞ്ചിറയിലെ മാർ ഇവാനിയസ് കോളേജ് ഗ്രൌണ്ടിലെ വിവിധ കെട്ടിടങ്ങളിലാണ് 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഒരൊറ്റ കേന്ദ്രമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ തിരുവനന്തപുരം ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേമമാണ്. നേമവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും കഴക്കൂട്ടവുമാണ് BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നത്. അതിൽ തന്നെ നേമവും കഴക്കൂട്ടവും ഉറപ്പായും ജയിക്കുമെന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ശക്തമായ മത്സരം. ആ മത്സരം, വലിയ പ്രചരണം, ഒരുപാട് ആരോപണങ്ങൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ എല്ലാം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള നീണ്ട കാത്തിരിപ്പ് സമയം അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വെറും 1 മണിക്കൂറും 50 മിനിറ്റും ഉണ്ടെങ്കിൽ പെട്ടി പൊട്ടിച്ചു തുടങ്ങും ശ്രുതി. പിന്നീട് നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളാണ്. LDF ആണോ അതോ UDF ആണോ? NDA എത്ര സീറ്റ് പിടിക്കും? ചങ്കിടിപ്പ് അവസാനിക്കുന്നില്ല എല്ലാവർക്കും. പ്രസാദ്, നേമത്തേക്കാണ് ഇത്തവണ കേരളം ഉറ്റുനോക്കുന്നത്. നേമത്തിൽ എന്ത് രാഷ്ട്രീയ മാറ്റം ഇത്തവണ ഉണ്ടാകും എന്നത്. ഏതായാലും വോട്ടെണ്ണൽ 8 മണിക്ക് തുടങ്ങും. അപ്പോൾ സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചോ ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ? സ്ട്രോങ് റൂം സുനിൽ സ്ട്രോങ് റൂം 7 മണിക്ക് തുറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 7 മണിക്ക് തുറന്ന് 8 മണിക്ക് മുമ്പ് തന്നെ അതാത് ടേബിളുകളിലേക്ക് എത്തിക്കും. 14 ബൂത്തുകൾ അടങ്ങിയ ഒരു റൌണ്ട് ആണ് ഉള്ളത്. അങ്ങനെ ഓരോ റൌണ്ടുകളായി എണ്ണിത്തീരുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ആദ്യം തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റ് എണ്ണിയാണ് ആദ്യം തുടങ്ങുന്നത്. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 8:30 തന്നെ വോട്ടിംഗ് മെഷീനുകൾ EVM എണ്ണി തുടങ്ങും. EVM എണ്ണി തുടങ്ങിയാൽ വളരെ വേഗം, അതിവേഗം
റിസൾട്ട് പുറത്തേക്ക് വരും, വോട്ടിന്റെ എണ്ണം പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ആദ്യ റൗണ്ടുകളിൽ തന്നെ ആരാണ് മുൻപിലെത്താൻ സാധ്യത എന്നതിന്റെ സൂചന ഉൾപ്പെടെ വരും. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെടുത്തു നോക്കിയാൽ ആദ്യ റൗണ്ടും രണ്ടാം റൗണ്ടും പരിശോധിച്ച് അങ്ങനെ ആദ്യ റൗണ്ട് വരുമ്പോൾ വലിയ വ്യത്യാസം ഏതെങ്കിലും ഒരു മുന്നണിക്കുണ്ടെങ്കിൽ ആ മുന്നണിക്ക് അതൊരു സാധ്യതയായി നമുക്ക് കണക്കൂട്ടാം. അതുകൊണ്ട് തന്നെ 8:45 കൂടി അതല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ തന്നെ ഒരു സാധ്യത വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും അധികം വൈകാറില്ല. വോട്ടെണ്ണ രീതിയിൽ നോക്കൂ, ആകെ പോളിംഗ് യന്ത്രങ്ങൾ 30,471, ആകെ കൗണ്ടിംഗ് സെന്ററുകൾ 140. അപ്പൊ വളരെ വേഗത്തിൽ തന്നെ 8:30 എന്താ പറയാ ഏകദേശം ഒരു ട്രെൻഡ് എന്താണ് മനസ്സിലായി തുടങ്ങും. പോസ്റ്റൽ ബാലറ്റിന്റെ ട്രെൻഡ് എന്താണെന്നുള്ളത് 8:30 മണിക്ക് നമുക്കറിയാൻ കഴിയും. പക്ഷേ പോസ്റ്റൽ ബാലറ്റും സർവീസ് ബാലറ്റ് എപ്പോഴും സാധാരണഗതിയിൽ സർവീസ് വോട്ടുകൾ CPM-ന് അനുകൂലമായിട്ടാണ് വരാറ്. പക്ഷെ തദ്ദേശത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അല്ല, ഈ ഇത്തവണത്തെ കാര്യം സർവീസ് വോട്ടുകൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ്. 10,000 വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ അടക്കം വിമർശനമുണ്ടായ ഹൈക്കോടതി ഒന്ന് അനുവദിച്ചുകൂടെ എന്തെങ്കിലും സാഹചര്യം പലതവണ ചോദിക്കുന്നു. 9:30 മണിയോടെ നമുക്ക് ഈ വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള ട്രെൻഡുകൾ നമുക്ക് കിട്ടിയിട്ടു. അത് മാത്രമല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അപ്ഡേറ്റ് വന്നു തുടങ്ങും. പ്രധാനപ്പെട്ട ഇടങ്ങളിലെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ കേരളം എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ നമ്മുടെ മുന്നിലേക്ക് വരും. പിന്നീട് അട്ടിമറികൾ ഉണ്ടാകുമ്പോൾ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ചില മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെ അട്ടിമറികൾ ഉണ്ടാകുമ്പോൾ വോട്ടിനൊരു കുത്തൊഴുക്കിന്റെ പാറ്റേൺ ഉണ്ടാകുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാകും. നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് വോട്ടെണ്ണൽ ദിവസത്തിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങൾ നോക്കാം.